ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻറ്റ് സ്കീംസ് ഓഫ് KSSM. എന്താണ് KSSM? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു എന്താണ് KSSM വന്നിട്ടുള്ളത്. 14th October 2008. എന്താണ് ഈ KSSM എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ചാരിറ്റബിൾ സൊസൈറ്റി വിച്ച് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് കേരള. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്നതാണെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ KSSM വന്നിട്ടുള്ളത്? ടു ഗീവ് സർവീസ് ആൻഡ് സപ്പോർട്ട് ടു ഡെസ്റ്റിറ്റ്യൂട്ട്, പുവർ, ഏജ്ഡ്, ചിൽഡ്രൻ, വിമൺ, ക്രോണിക്കലി ഇൽ ക്യാൻസർ പേഷ്യൻസ് എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വയോമിത്രം, ശ്രുതി തരംഗം, താലോലം, ഹങ്കർ ഫ്രീ സിറ്റി, ക്യാൻസർ സുരക്ഷ, ആശ്വാസകിരണം, സ്നേഹസാന്ത്വനം, പ്രത്യാശ, സമാശ്വാസം. ഇത്രയും സ്കീമുകളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് വയോമിത്രം എന്താണെന്ന് നോക്കാം. വയോമിത്രം എന്നൊരു വാക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലേ, സംതിങ് റിലേറ്റഡ് ടു എൽഡർലി പീപ്പിൾ. അപ്പോൾ ഈ ഒരു സ്കീമെന്ന് പറയുന്നത് 65 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഉള്ളതാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ ഏരിയാസിൽ റിസൈഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. The scheme's main objective is to provide free health care to older people. ഓൾഡർ പീപ്പിളിന് ഫ്രീ ഹെൽത്ത് കെയർ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഫ്രീ മെഡിസിൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു ത്രൂ മൊബൈൽ ക്ലിനിക്സ്, അതുപോലെ പാലിയേറ്റീവ് കെയർ, കൗൺസിലിംഗ് സർവീസസ് ആൻഡ് എ ഹെൽപ്പ് ഡെസ്ക് ഫോർ ഓൾഡ് ഏജ്. ഓൾഡ് ഏജിനൊരു ഹെൽപ്പ് ഡെസ്ക് കൂടി ഇവർ ഈ ഒരു സ്കീം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The project was implemented as a joint initiative with LSDD in the area. അപ്പോൾ ഇതൊരു ജോയിൻറ്റ് ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. LSDDയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും KSSMും കൂടി ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് ഈ ഒരു വയോമിത്രം എന്ന് പറയുന്നത്. അപ്പോൾ വയോമിത്രം എന്താണെന്ന് പഠിച്ചല്ലോ. സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ടുള്ളതാണ്. 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു സ്കീം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം, കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ ഏരിയാസ് റിസൈഡ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്കീമാണിത്. ഇതിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയെങ്കിലും നോക്കി വെച്ചേക്കുക. അടുത്തത് ശ്രുതി തരംഗം. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, സംതിങ് റിലേറ്റഡ് ടു ഹിയറിംഗ് അല്ലേ. കോക്ലിയർ ഇംപ്ലാന്റേഷൻ സ്കീം എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ്? കോക്ലിയർ ഇംപ്ലാന്റേഷൻ സ്കീം. ശ്രുതി തരംഗം കോക്ലിയർ ഇംപ്ലാന്റേഷൻ സ്കീം എൻവിഷൻ പ്രൊവൈഡിംഗ് ഫ്രീ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ഫോർ ചിൽഡ്രൻ ഏജ്ഡ് 0 to 5 years who are hearing impaired. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു സ്കീം വഴി ഫ്രീ ആയിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നൽകുന്നു. അപ്പോൾ ഈ കോക്ലിയർ എന്ന് പറയുന്ന നമ്മുടെ ഇന്നർ ഇയറിൻ്റെ ഒരു ഭാഗമാണ്. ഹിയറിങ്ങിന് ഇൻവോൾവ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ കോക്ലിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടിട്ട് കുട്ടികൾ ഹിയറിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ് ഈ ശ്രുതി തരംഗം എന്ന് പറയുന്നത്. The early identification and intervention procedures initiated within 6 months of age should be the golden standard for the holistic development of a child with hearing loss. Cochlear implant is a proven option for the treatment of profound hearing loss. അപ്പം എത്രയും നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്താൽ ഈ ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഒരു 6 month ഓഫ് ഏജിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആ ഒരു ഹിയറിംഗ് ലോസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയും ഈ ഒരു കോക്ലിയർ ഇംപ്ലാന്റേഷൻ വഴി ഹിയറിംഗ് ലോസിനെ നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരു പ്രൂവൺ ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ടാണ് പറയുന്നത്, ഒരു ട്രീറ്റ്മെൻറ്റ് ആയിട്ടാണ് പറയുന്നത്. Children from low-income families whose annual family income is below ₹2 lakh can benefit from the scheme. അപ്പോൾ ഈ സ്കീമിൻ്റെ ഇത് പറയുന്നത് എന്താണ്? ആരാണ് ബെനിഫിഷ്യറീസ്? ലോ ഇൻകം ഫാമിലീസിലുള്ള കുട്ടികളാണ് കേട്ടോ. കുട്ടികളാണ് ശരിക്കും. 5 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ്. അവരിൽ തന്നെ ലോ ഇൻകം ഫാമിലീസിലുള്ള കുട്ടികളെയാണ് ഇവിടെ പറയുന്നത്. അവരുടെ ഫാമിലി ഇൻകം 2 ലക്ഷത്തിന് താഴെ ആണെങ്കിലാണ് ഇവർ ഈ ഒരു സ്കീമിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത്. ദ സ്കീം ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദ ഗവൺമെൻറ് ആൻഡ് സെലക്റ്റഡ് എംപാനൽഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇൻ ദിസ് ഫീൽഡ്. ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള എംപാനൽഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വഴിയുമാണ് ഈ ഒരു സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുക.
അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമാണ് താലോലം. ഇതും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്നൊരു സ്കീമാണ്. ഈ ഒരു സ്കീമിൽ ഫ്രീ ട്രീറ്റ്മെൻ്റ് ആണ് നൽകുന്നത്. ഒരുപാട് ഡിസീസുകളുടെ കാര്യം പറയുന്നുണ്ട് ഇവിടെ. കിഡ്നി ഡിസീസിൽ നിന്നും സഫർ ചെയ്യുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസുകൾ, സെറിബ്രൽ പാൾസി, ബ്രിട്ടിൽ ബോൺ ഡിസീസ്, ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ, ഓർത്തോപീഡിക് ഡിഫോമിറ്റീസ്, അതർ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ്, കൺജനൈറ്റൽ അനോമലീസ്, അതായത് എൻഡോസൾഫാൻ വിക്ടിംസ് പോലുള്ളവർ, ആക്സിഡൻറ്റ് കേസസ് വിച്ച് നീഡ് സർജറി, ഇത്രയും കേസുകൾക്കും ഈ താലോലം സ്കീം ആപ്ലിക്കബിൾ ആണ്. എ പേഷ്യൻറ്റ് വിൽ ബി എലിജിബിൾ ഫോർ ആൻ ഇനിഷ്യൽ അസിസ്റ്റൻസ് ഓഫ് ₹50,000 only under the scheme. Additional financial assistance can be made based on the decision of the superintendent, head of the concerned department of specialty and head of radiotherapy department. അപ്പം ഒരു ഇനിഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് 50,000 രൂപയാണ് ഈ ഒരു സ്കീമിൻ്റെ കീഴിൽ നൽകുന്നത്. ഇത് കൂടാതെ അഡീഷണൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാമെന്നുണ്ട്. അതെന്തിൻ്റെ ബേസിലാണ്? സൂപ്രണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ, ഏത് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണോ അതിൻ്റെ ഹെഡിൻ്റെയും, അതുപോലെ തന്നെ റേഡിയോ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിൻ്റെയും ഡിസിഷൻ അനുസരിച്ച് ഈ 50,000 രൂപ കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും നൽകാവുന്നതാണ് ഈ ഒരു സ്കീമിലൂടെ. The scheme has come into effect from 1st January 2010 onwards. അപ്പോൾ ഈ ഒരു സ്കീം എന്നാണ് തുടങ്ങിയിട്ടുള്ളത്? January 1st, 2010. ഇത്രയാണ് താലോലം സ്കീമിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാൻസർ സുരക്ഷയാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബിലോ ദ ഏജ് ഓഫ് 18 who suffer from cancer and belong to low income families. ഈ സ്കീമുകളെല്ലാം കൂടുതലും പുവർ ഫാമിലീസ് അല്ലെങ്കിൽ ലോ ഇൻകം ഫാമിലീസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ ഒരു സ്കീം വന്നിട്ടുള്ളത്, അതായത് ക്യാൻസർ സുരക്ഷാ സ്കീം വന്നിട്ടുള്ളത് November 1, 2008 എന്നാണ്. ഇപ്പോൾ തന്നെ പഠിച്ചു പോവാം. November 1, 2008 ക്യാൻസർ സുരക്ഷാ സ്കീം വന്നിട്ടുള്ളത്. The entire cost of treatment, including the cost of investigations, would be borne by the hospitals through the funds provided by the mission. അപ്പം ക്യാൻസർ ബാധിതരായ ഈ കുട്ടികളുടെ entire cost of treatment, അതായത് ഇൻവെസ്റ്റിഗേഷൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കോസ്റ്റുകളും നിർവഹിക്കുന്നത് ഈ ഒരു ഫണ്ട് വഴിയാണ്, ഈ ഒരു സ്കീമിലെ ഫണ്ട് വഴിയാണ് നിർവഹിക്കുന്നത്. സീലിംഗ് ഓഫ് എക്സ്പെൻഡിച്ചർ പെർ ചൈൽഡ് വുഡ് ബി ഇനിഷ്യലി ₹50,000. However, the hospital can incur additional expenditure based on the report of the committee comprising of oncologist or treating doctor, head of the radiology department and superintendent, subject to ratification by the mission. നമ്മൾ നേരത്തെ താലോലം പറഞ്ഞില്ലേ, അതിൻ്റെ സെയിം കാര്യം തന്നെയാണ്. ഒരു ഇനിഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് 50,000 ആണ് ട്രീറ്റ്മെൻറ്റിന് നൽകുന്നത്. എന്നാൽ അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ വരുമ്പോൾ ഡിസിഷൻ ഓഫ് ദ സൂപ്രണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഓൺകോളജിസ്റ്റിൻ്റെ ഹെഡിൻ്റെയൊക്കെ തീരുമാനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇവർക്ക് ലഭിക്കുന്നതാണ്. ദോസ് പേഷ്യൻസ് ഫൗണ്ട് എലിജിബിൾ വുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദ സ്കീം ആൻഡ് എ പേഷ്യൻ്റ് കാർഡ് വുഡ് ബി ഇഷ്യൂഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള പേഷ്യൻസ് എലിജിബിൾ ആണ് എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുകയും അവർക്കൊരു പേഷ്യൻ്റ് കാർഡ് കൂടി ഇഷ്യൂ ചെയ്ത് കൊടുക്കും. രജിസ്റ്റേർഡ് പേഷ്യൻസ് വുഡ് ബി പ്രൊവൈഡഡ് ട്രീറ്റ്മെൻറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് അറ്റ് ദ ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റൽസ്. ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റൽസിൽ ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ അവിടുത്തെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കണം. ഈ ഒരു പ്രത്യേക സ്കീമിൽ, ഏത് സ്കീമിൽ? ക്യാൻസർ സുരക്ഷാ സ്കീമിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇവർക്ക് ആ ഒരു പേഷ്യൻ്റ് കാർഡും ഉണ്ടായിരിക്കണം. On further verification, if it is found that any registered patient is ineligible for assistance, the assistance would be stopped forthwith. അതായത് പിന്നെയുള്ള വെരിഫിക്കേഷൻസിൽ ഈ ഒരു രജിസ്റ്റേർഡ് പേഷ്യൻറ്റ് ഈ ഒരു അസിസ്റ്റൻസിന് എലിജിബിൾ അല്ല എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത്രയാണ് ക്യാൻസർ സുരക്ഷയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള സ്കീംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.